ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ സ്റ്റോക്ക് കോണ്ടൻറ്റിലുള്ള റോയൽ സ്പൈസ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇവർ തുടങ്ങിയിട്ട് 4 മാസമായി എന്നാണ് പറയണേ. അപ്പോൾ നമ്മുടെ റെക്സാമിൽ നിന്ന് ഒരു ഏകദേശം ഒരു 1.25 മണിക്കൂർ ട്രാവൽ ചെയ്ത് വേണം വരാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതാണ് സ്ഥലം, അടിപൊളി സ്ഥലമാണ്. ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് നമുക്ക് ഇപ്പോൾ വീക്ക് ഡേയ്സിൽ ഒട്ടും പീക്കല്ല. അവർക്ക് നേരത്തെ വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ കംപ്ലീറ്റ് ഇതായിട്ട് സെറ്റ് ചെയ്ത് തരും. കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ. എന്താണേലും ഇന്നത്തെ വ്ളോഗ് ഷൂട്ട് ചെയ്യുമ്പോഴാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ ഒരു പരിപാടിയായിട്ട് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചുകൊണ്ട് ബാക്കി കാര്യത്തോട്ട് കിടക്കാം. ഓക്കെ, അപ്പം ശരി. അകത്തോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ റൈറ്റ് സൈഡിലാണ് ബാർ ഇരിക്കുന്നത്. നേരെ നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. റോയൽ സ്റ്റാഗ്, ആൻറ്റിക്വിറ്റി, ഓൾഡ് മഗ്, ഒറ്റക്കൊമ്പൻ, ഫെനിയുണ്ട്. ഫെനിയുണ്ട്, മലയാളി പ്രീമിയം ബിയറുണ്ട്, ഒറിജിനൽ ടേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നെ നേരെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ സംഗതി അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷൻസൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തായിരുന്നു. നമുക്ക് വേണ്ടിയിട്ടുള്ള ടേബിളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിള്ളേർ ആ സൈഡിൽ, ഇവരെല്ലാവരും അപ്പുറത്ത് ഇരിപ്പുണ്ട്. നമ്മുടെ അകത്തോട്ട് നേരെ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള കുറച്ച് അടിപൊളി ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം സ്റ്റാർട്ടേഴ്സായിട്ട് ചിക്കൻ ലോലിപോപ്പാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. സ്പ്രിങ് റോള്, ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോണത് ചിക്കൻ ലോലിപോപ്പാണ്. നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ലോലിപോപ്പ് കൊള്ളാം. നമ്മളെ സ്പ്രിങ് റോളാണ്. കൊള്ളാം കേട്ടോ, ഇത് നന്നായിട്ടുണ്ട്. ഇതിന് കൂടെ നമുക്ക് സോസും കൂടി തന്നിട്ടുണ്ട്. ഇത് കട്ട്ലറ്റ് ആണ്. ഏതാ അത്? എങ്ങനെയുണ്ട് ഇതിൻ്റെ ലോലിപോപ്പ്? എങ്ങനെയുണ്ട്? ആ, എങ്ങനെയുണ്ട് രാനി സ്പ്രിങ് റോള്? അടി നശിപ്പിച്ച്. സമോസ എങ്ങനെയുണ്ട്? സമോസ എങ്ങനെയുണ്ട്? ആണോ? എന്നാ സ്റ്റഫിങ്ങും കാര്യങ്ങളും നല്ലതാണോ? ഓക്കെ. തമ്പിളിയാ എങ്ങനെയുണ്ട് കട്ട്ലറ്റ്? കഴിച്ചിട്ട് പറ. കഴിക്കാതെ നീ പറഞ്ഞേക്കാ സൂപ്പറൊന്നും. ആണോ? നല്ലതാണോ? അടിപൊളി. നമുക്ക് കട്ട്ലറ്റ് ഇവിടുത്തെ ഒരു ഗ്രീൻ സോസിൽ മുക്കി അടിച്ച് നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ. ഇച്ചിരി പുളിയുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിവിടെ ഇപ്പം BDF വന്നിരിക്കുകയാണ്, ബീഫ് ഡ്രൈ ഫ്രൈ. നമുക്കൊന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബീഫ് ഡ്രൈ ഫ്രൈ കുഴപ്പമില്ല. ഉപ്പ് കുറവാന്ന് തോന്നുന്നു. ഉപ്പ് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കേട്ടോ. ബീഫ് ഡ്രൈ ഫ്രൈ കൊള്ളാം. പൊറോട്ട വന്നിരിക്കുകയാണ്. വെജിറ്റബിൾ കുറുമ വന്നു. പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. നമുക്ക് കഴിച്ചു നോക്കാം.
ബീഫ് കറി ഇടുകയാണ്. നമുക്ക് ബീഫിൻ്റെ കറിയും കൂട്ടി ഒന്ന് പാലപ്പം തന്നെ പാലപ്പം കറി കുഴപ്പമില്ല. ഉപ്പ് ഇച്ചിരി കുറവാണ് കറിക്ക്. ഉപ്പ് ഒരു ഇച്ചിരി കുറവാണ്. കറി കുഴപ്പമില്ല, അടിപൊളി കറിയാണ്. അണ്ണാ ഇതെങ്ങനെയുണ്ട്? വെജ് എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇതോ കുറുമയോ? നല്ലതാണോ? നമ്മൾ ഊത്തപ്പം മേടിച്ചായിരുന്നു, ജസ്റ്റ് ഒരു ടേസ്റ്റിന്. സാമ്പാർ ഒഴിച്ച് ഒരു രക്ഷയില്ല. സാമ്പാർ അടിപൊളി സാമ്പാർ. പിന്നെ നമ്മൾ ബീഫ് ഡ്രൈ ഫ്രൈ പറഞ്ഞിട്ടുണ്ടെന്ന്. ശരി കേട്ടോ, ബീഫ് ഡ്രൈ ഫ്രൈ വേർത്ത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പം ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ്. കഴിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നിട്ട് ഫുള്ള് കഴിച്ചിരുന്നു. അളെ എങ്ങനെയുണ്ട് സംഗതി? വെറുത്തായിരുന്നോ? വേർത്താണോ വെറുത്താണോ ചോദിച്ചത്? ഇവിടം വരെ നമ്മൾ 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അടിപൊളി സാധനം. എന്നാ പറയുന്നു റാണി? സൂപ്പർ തമ്പിളിയാ പറ, ഇഷ്ടപ്പെട്ടാ? പൊളിച്ച് ഇഷ്ടപ്പെട്ടാ ഫുഡ്? ജിബ ഫുഡ് ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നമ്മൾ ബീഫ് ഫ്രൈ ഒന്നും കൂടി ഓർഡർ ചെയ്തിരിക്കുകയാണ്. പൊളി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല ക്രിസ്പി ആയിട്ട് ഒന്നുകൂടി ഓർഡർ ചെയ്തിട്ടാണ്. അപ്പം വെജിറ്റബിൾ കഴിച്ച് 2 പേര് ലാസ്റ്റിൽ ഇരിപ്പുണ്ട്. പറഞ്ഞു കേട്ടോ, ഇഷ്ടപ്പെട്ടോ? ഒരു പറയണ കേൾക്കുന്നുണ്ടോന്നെങ്കിൽ അപ്പം നമ്മുടെ ഫുഡ് കഴിച്ച് കംപ്ലീറ്റ് ആയി. ഇതേ യുദ്ധം കഴിഞ്ഞ് കിടക്കുന്നവർ ഇതുപോലെ കിടക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച് ഞങ്ങൾ മടുത്ത് തമ്പിളിയും താണ്ടിരിക്കുന്നു. അണ്ണൻ മാംഗോ ലസ്സി അപ്പോൾ എല്ലാവർക്കും ഉള്ള അഭിപ്രായങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? കൊള്ളാം, ഫുഡ് നല്ലായിരുന്നു. പൊറോട്ട, ബീഫ് ഫ്രൈ, BDF, ബീഫ് റോസ്റ്റ്, നാടൻ സോഡ നാരങ്ങ വെള്ളം, എല്ലാം അടിപൊളി. വെജ് എണ്ണം പറഞ്ഞ അടിപൊളിയാണ്. അപ്പോഴത്തെ എല്ലാ കാര്യങ്ങളെല്ലാം ഓക്കെ, വെജിറ്റബിൾ ഫുഡ് നല്ല നല്ല ഇന്ത്യൻ ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റി. എന്തായാലും നാട്ടിലൊരു ഫീൽ വന്നുകൊണ്ട് കഴിച്ചു. മഞ്ചൂരിയനൊക്കെ, ഗോബി മഞ്ചൂരിയനൊക്കെ നല്ല ടേസ്റ്റ് തന്നെ, സൂപ്പർ ടേസ്റ്റ് തന്നെ മഞ്ചൂരിയൻ്റെ. അതേമാതിരി കുറുമക്കറിയും നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല ഇതായിട്ട് കിട്ടുന്നു. ക്വാണ്ടിറ്റിക്ക് ആണെങ്കിലും നല്ല അടിപൊളി ക്വാണ്ടിറ്റി ഉണ്ട്. പൊറോട്ട ഒക്കെ ആണെങ്കിലും നല്ല ഇച്ചിരി വലുപ്പത്തിലുള്ള പൊറോട്ട. ഞങ്ങൾക്ക് പൊറോട്ട മേടിച്ചിട്ട് അത് ഇച്ചിരി ഒരു ഇത് വന്നു, അധികം വന്നു. പക്ഷേ സൂപ്പർ സാധനം, എല്ലാം നല്ല ടേസ്റ്റ്, നല്ല സ്പൈസസ് ഉണ്ട്, എല്ലാം നല്ല അടിപൊളി. വെജിറ്റബിൾ കുറുമ, അതുപോലെ ഗോബി മഞ്ചൂരിയൻ, പിന്നെ അതുപോലെയുള്ള സാമ്പാർ നല്ലൊരു ടേസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ബീഫിൻ്റെ ഊത്തപ്പം ഉണ്ടായിരുന്നു, നല്ല അത് വെടിക്കെട്ടായിരുന്നു.
പിന്നെ അതുപോലെ തന്നെ പാലപ്പം എല്ലാം നല്ല 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 സെറ്റ് അടിപൊളി. പിള്ളേരൊക്കെ ആണെന്നാലും ശരിക്കും എൻജോയ് ചെയ്തു, അടിപൊളിയായി. എല്ലാവരും നല്ല റെക്കമെൻഡ് ചെയ്യുന്നു, എല്ലാവരും വന്ന് കഴിക്കുക ഫ്രണ്ട്സ്, നല്ല അടിപൊളി. പിന്നെ ഇനിയൊരു മെയിനായിട്ട് എടുത്തു പറയേണ്ട ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പുറകിൽ, ബാക്കിൽ നല്ല സ്ഥലമുണ്ട്. പിന്നെ വീക്ക് ഡേയ്സിൽ തിരക്ക് കുറവാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കൊന്നും പാർട്ടിയോ ഫങ്ഷനോ എന്തെങ്കിലും ബുക്ക് ചെയ്യാനായിട്ടാണ് ഒരു ഫ്രണ്ട്സ് 4 പേര് 5 പേരായിട്ട് വരിക, 2-3 ഫാമിലിയൊക്കെ സുഖമായിട്ട് ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാം അല്ലേ. നല്ല സ്പേസും ഉണ്ട്, അടിപൊളി വ്യൂ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. റെക്സാമിൽ നിന്ന് ഇരിക്കുന്ന ആൾക്കാർ ഒരു ഡ്രൈവ് പോലെ ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ സുഖമായിട്ട് വന്നിട്ട് കഴിച്ചിട്ടോ. അപ്പം ശരി, എന്നാൽ ഇതോടുകൂടി ഈ ബ്ലോഗ് തീർക്കുന്നു. അടുത്ത ബ്ലോഗിൽ വെച്ച് കാണാം കേട്ടോ. അപ്പം ശരി, ബൈ.